നമ്മളെല്ലാവരും വിചാരിച്ചും വിസിറ്റ് ചെയ്യുമ്പോൾ പൈസ ആണോ, കാരണം പൈസ കാര്യങ്ങളൊന്നും വേണ്ട, ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞു തരാറുണ്ട്. ചേച്ചി എത്ര വർഷമായി തുടങ്ങിയിട്ട് ഫാം? 8 കൊല്ലമായി. ഒരു തൈ 100 രൂപ. ഇതിന്റെ മാസം അത് തൈ വളർത്തിയിട്ടല്ലേ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ അതിന്റെ ഇതും കൂടെ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നുള്ളത്, അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ 3 വട്ടവട വന്ന സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കാണാമെന്ന് പറഞ്ഞാൽ നമ്മളവിടുന്ന് പോകുന്നത് ഈ ഒരു സ്ട്രോബെറിയും കാര്യങ്ങളും. അതായത് അതായത് കുറച്ചൊരു ഏരിയയിലുള്ളൂ, പക്ഷേ ഇത് ഫുള്ള് സ്ട്രോബെറിയുടെ തോട്ടങ്ങളാണ്. ഇവിടുന്ന് വേണമെന്ന് വെച്ചാൽ നമുക്ക് കിലോയ്ക്ക് ഏകദേശം 300 രൂപ അല്ലാതെ സ്ട്രോബെറിക്ക് കിലോക്ക് 300. പിന്നെ അതിൻ്റെ ജാമുണ്ട് 100 രൂപ. ചേച്ചിയുടെ കുറച്ച് ആർക്കും വേണ്ടി പറിക്കണം. അപ്പോൾ ഏതായാലും ചേച്ചിയുടെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. പിന്നെ ഇതിന് തയ്യും കാര്യങ്ങളൊക്കെ പെടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒരു പറഞ്ഞു വെച്ചാൽ നമ്മൾ ഈ തോട്ടത്തിൽ കയറുന്ന സമയത്ത് ഇത് നമ്മൾ തൊട്ടാൽ ഇത് ഫുള്ള് പാടും. അതായത് നമ്മളാരെല്ലാം ഒന്ന് പറിച്ചാൽ തന്നെ ഫുള്ള് വാടി പോകത്തുള്ളൂ. ഈ ഒരു തയ്യും കാര്യങ്ങളൊക്കെ ഫുള്ള് വാടിപ്പോവും. പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചേച്ചിനോട് ചോദിക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ചേച്ചിന്റെ പേരെന്താണ്? വിജി സ്ട്രോബെറി ഫാം. വിജി സ്ട്രോബെറി ഫാം. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഈ ഒരു റോഡിൻ്റെ അവിടെ നേരെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ ചേച്ചിൻ്റെ കടയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ചേച്ചിനോട് ചോദിക്കാം നമുക്ക്. അപ്പോൾ ചേച്ചി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാറുണ്ട്. ചേച്ചി എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട് ഫാം? 8 കൊല്ലമായി. ഇതല്ല, ഇത് ഇപ്പോൾ എത്ര വർഷം കൊണ്ട് ഇത് കായ്ക്കുക? അങ്ങനെ തൈ വെച്ച് 3 മാസം കൊണ്ട് ഇത് കായ്ക്കും അല്ലേ? 3 മാസം തൊട്ട് 9 മാസം വരെ ഈ തൈ സ്ട്രോബെറി കായ്ക്കും. നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയാലും 3 മാസം കൊണ്ട് കായ്ക്കുമോ? തൈ കൊണ്ടുപോയാലും ഒരു കുഞ്ഞിനെ പോലെ വളർത്തണം. പക്ഷെ ഇതുപോലെ കായ്ക്കത്തില്ല. ഒരു 5-6 സ്ട്രോബെറി വരുള്ളൂ അല്ലേ? നല്ല ഇതില് അത് ക്ലൈമറ്റ് മണ്ണിന്റെ വ്യത്യാസങ്ങളുണ്ട്. ഈ മണ്ണിന് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ? പിന്നെ ഇതിങ്ങനെ ഡെയിലി നനയ്ക്കണം. പക്ഷെ ജനുവരി ഫെബ്രുവരിയാണ് ഇതിന്റെ സീസൺ ശരിക്കും. ആ ടൈമിൽ മഴ പെയ്തിട്ട് ഫുള്ളും പോയി. ഇപ്പൊ രണ്ടാമത്തെ ഈ പുറത്തിരുന്ന് തൈ വാങ്ങിച്ച് വെക്കുന്നവർക്കെല്ലാം സീസൺ കഴിഞ്ഞു. പക്ഷെ ഈ ഫാമില് തൈ ഉള്ളവരെ സ്ട്രോബെറി പറിക്കും. പിന്നെ ഇതിന്റെ റേറ്റ് കാര്യങ്ങൾ ചേച്ചി പറഞ്ഞിടത്താണ് എങ്ങനെ തൈക്ക് അതേപോലെ ഈ കായ്ക്ക്? തൈ നമ്മൾ ആദ്യത്തെ തൈ പൂനെയിൽ നിന്ന് വാങ്ങിച്ചത്. ഒരു തൈ 22 രൂപയാണ്. പിന്നെ നമ്മൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്ക് കെമിക്കൽ യൂസ് ഇല്ലാതിരുന്ന തൈ വരും. പിന്നെ അത് മാറിയും വരുത്തി നമുക്ക് നട്ട് വെച്ചാൽ മതി. സീസൺ ഉള്ള സമയത്തില് 1 കിലോ സ്ട്രോബെറി 500 സീസണിലാവുമ്പോ. പിന്നെ ഇപ്പൊ സ്ട്രോബെറി 1/4 കിലോ 200, കിലോയ്ക്ക് 800 രൂപ. അപ്പൊ ഇതിന് തൈ ഇപ്പൊ നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്ല, പിന്നെ ഇതിന്റെ തൈ ഒക്കെ നമ്മൾ മേടിക്കുമ്പോ എന്താ റേറ്റ് തന്നെ? അത് നമ്മൾ ഈ തൈ വെച്ച് പിടിച്ച തൈ നമ്മൾ കൊടുക്കുമ്പോ ഒരു തൈ 100 രൂപ. ഇതിന്റെ 3 മാസം അത് തൈ വളർത്തിയിട്ടല്ലേ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ അതിന്റെ ഇതും കൂടെ അല്ലേ? പിന്നെ ഇതിന്റെ ഓരോ അതുപോലെ തന്നെ കായ്ക്ക് അതുപോലെ റേറ്റ് ഒക്കെ തന്നെ അതല്ല, സോറി, നമ്മുടെ ജാമ് കാര്യങ്ങള്. ജാമ് 350 ഗ്രാം 150 രൂപയാണ്. അത് ഒരു ടൈം പോലെ അടിക്കും. ഗസ്റ്റ് കുറയെ വരുമ്പോൾ 100 രൂപയ്ക്ക് അടിക്കും. ഗസ്റ്റ് കുറയുമ്പോൾ നമ്മൾ 1 കിലോ സ്ട്രോബെറി 800 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ ജാം 100 രൂപയ്ക്ക് കൊടുത്താൽ നഷ്ടം. ഈ ഒന്നുമില്ലാത്ത ഫാമിൽ കൊണ്ടുപോയി കേട്ടോ, ഒന്നുമില്ലാത്ത ഫാമിൽ കൊണ്ടുപോയി ചുമ്മാ ജാം കൊടുത്ത് പറ്റിക്കുന്നില്ല. നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ജാം ഫ്രഷ് ആണെങ്കിൽ അപ്പൊ നമുക്ക് പറിച്ചു തരും. സ്റ്റോക്കെല്ലാം ഒന്നുമില്ല. അപ്പൊ ഇതാണിപ്പോ ഈ ഒരു സ്ട്രോബെറി ഉണ്ടാക്കുന്ന റിസ്ക്കും അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് കാര്യങ്ങൾ ഒക്കെ ഈ ഒരു ഇതാണ്. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാക്കുന്ന കുറച്ച് റിസ്ക് തന്നെ തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ചേച്ചി പറഞ്ഞു നോക്കുവാണെങ്കിൽ ചേച്ചി പറഞ്ഞു ഏകദേശം, അതായത് ജനുവരിയിലാണ് ഇതിൻ്റെ സീസൺ. അതായത് ജനുവരിയിൽ മഴ പെയ്തിട്ട് ഇത് ഫുള്ള് നശിച്ചു പോയി, അതായത് കംപ്ലീറ്റ് ആയി പോയി. തൈ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ അതായത് ഉദ്ദേശിച്ച അത്ര ഫലം കാര്യങ്ങളൊന്നും കിട്ടിയില്ല അത്ര. അപ്പോൾ ഏതായാലും ഇവർ ഈ സീസണിൽ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 800 രൂപ റേറ്റ് കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ആ രൂപത്തിലാണ് വിൽക്കുന്നത്. പിന്നെ നമ്മൾ ഇതോടെ വട്ടവട ഇറങ്ങുന്ന സമയത്തിന് വട്ടവട അങ്ങാടി അവിടെ എത്തുമ്പോൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചേച്ചിയുടെ ഫാമും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണിച്ചു തരും. പിന്നെ ഇത് വിസിറ്റ് ചെയ്യാൻ നമ്മളെല്ലാവരും വിസിറ്റ് ചെയ്യുമ്പോൾ പൈസ ആണോ, കാരണം പൈസ കാര്യങ്ങളൊന്നും വേണ്ട, ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാം. നമ്മളിവിടെ സാധനം മേടിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് പണം കൊടുത്താൽ മാത്രം മതി.
ഏതായാലും ഇനി ഇതിൻ്റെ ചെറിയൊരു ഷോർട്ടും കൂടി കണ്ടുകൊണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാതെ നമുക്ക് കൂടുതൽ ഇതൊന്നും ഇല്ല ഇവിടെ. ഓക്കെ, അപ്പോൾ ഇത് ചേച്ചിയുടെ തോട്ടം, ഇത് ഇങ്ങനെ ചേച്ചിയുടെ റൂം, അതായത് വീട് കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ തോട്ടം കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. നമ്മളിതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ. അപ്പോൾ ഇനി വരുമ്പോൾ നമുക്ക് ഇവിടെ വരാം. ഇൻഷാ അല്ലാ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. അതുവരേക്കും ഇനി നല്ല നല്ല വ്ളോഗ് വരാണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വ്ളോഗ് നമ്മളതിൽ അപ്ലോഡ് ആവാണ്ട്. ഒരു കുറച്ച് വ്ളോഗുണ്ട്, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വിടാൻ ഇൻഷാ അല്ലാ ശ്രമിക്കാം. പിന്നെ നമ്മൾ ഇവിടെ നെറ്റ്വർക്കിന് ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് പിന്നെ ഇത് നടന്നിട്ടില്ല. അതായത് ഇന്നത്തെ അപ്ലോഡ് നടന്നിട്ടില്ല. ശരിക്കും ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അത് നടന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി നമുക്ക് ഇവിടെ അടുത്ത ഒരുപാട് ഇഷ്ടം പോലെ സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഇനി വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ലവ് യു കേരള.